ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നയൻത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ദശാംശ രൂപങ്ങൾ അല്ലെങ്കിൽ ഡെസിമൽ ഫോംസ് ഈ ഭാഗത്തിലെ രണ്ടാമത്തെ സെക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പേജ് നമ്പർ 26 ഒന്നാമത്തെ ചോദ്യമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദി ഫ്രാക്ഷൻസ് ബിലോ ഇൻ ഡെസിമൽ ഫോം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം 3/20 കേട്ടോ. 3/20 നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച എന്താണ്? ഡെസിമൽ ഫോംസിൽ ഡിനോമിനേറ്റേഴ്സ് 10 10ന്റെ പവറോ 10 10ന്റെ കൃതികളോ ആയിട്ട് വരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ 5/10 എന്താ ചെയ്യുക? ഇവിടെ 0ന്റെ അപ്പുറത്തേക്ക് ഒരു പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ ഇത് 1 ആയി. അപ്പോൾ മേലെ അതേപോലെ ചെയ്യാം, ഒരു പോയിന്റ് മാറ്റി പോയിന്റ് എടുക്കുന്നു 0.5. ദെൻ 0.5/1 എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, 5/10 ഈക്വൽ ടു 0.5. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സ് 10 10ന്റെ കൃതികളോ 10 10ന്റെ കൃതികളോ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി കഴിയും. ഡെസിമൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റം എളുപ്പത്തിൽ കഴിയും. അതായത് ഇവിടെ 10 100 1000 10,000 എനിക്ക് ഡിനോമിനേറ്റേഴ്സ് ഒന്നും എളുപ്പത്തിൽ മാറ്റാൻ കഴിയും. അപ്പോൾ അതിൽ 5 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആക്കാം. 2 വന്നിട്ടുണ്ടെങ്കിൽ 2നെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 അല്ലേ? 2നെ 5 കൊണ്ട് വിളിച്ചാൽ 10 ആവും, 5നെ 2 കൊണ്ട് വിളിച്ചാൽ 10 ആക്കും. അതുപോലെ തന്നെയാണ് 4നെ നമ്മൾ 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 100 കിട്ടും. അതേപോലെ 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ 125 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. 16നെ 625 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10,000 നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വേറൊരു കാര്യം ഇവിടെ നോക്കുക. 5 × 2 10 ആണ്. അതേപോലെ 5² × 2². 5² 25 ആണ്, 2² 4 ആണ്. ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു 100. ഓക്കെ, അതേപോലെ ദിസ് ഈസ് ഈക്വൽ ടു 100 അല്ലേ? അതേപോലെ 5³ × 2³ 5³ 125, 2³ 8 ഈസ് ഈക്വൽ ടു 1000 ആണ്, 1000 ആണ്. അതേപോലെ 5⁴ 5⁴ 4 × 2⁴ 2⁴ 4 16, 5⁴ 425 നമുക്ക് 10,000 കിട്ടും. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ 20 ആണ്. നമുക്കറിയാം 2നെ 5 ഇൻറ്റു ചെയ്താൽ 10 കിട്ടും. അതായത് 5 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 5 കൊണ്ട് ഗുണിക്കുന്നു. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ. ഡിനോമിനേറ്റർ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക? 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 3 × 5 ഈക്വൽ ടു 15. 5 × 20 ഈക്വൽ ടു 100 അല്ലേ? 5 × 2 എത്രയാണ്? 10 ആണ്. 0 കൊണ്ട് വരുമ്പോൾ 100 അല്ലേ? 20 × 5 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ 2 zeros അവിടെ മറ്റൊരു പോയിന്റ് ഇടുന്നു. അതേപോലെ 2 zeros മറ്റൊരു പോയിന്റ്. ദാറ്റ് മീൻസ് 0.15. ഓക്കെ, അപ്പോൾ അതാണ് 3/20 ആൻസർ 0.15 ആണ് കേട്ടോ. അടുത്ത് നോക്കൂ, ക്വസ്റ്റ്യൻ ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. എത്രയാ? 3/40. 3/40. ഹിയർ 3/40 എത്ര വരും നോക്കാം. 40. 4നെ 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. അപ്പോൾ ഇവിടെ 40 എന്ത് നമ്മൾ 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 25 × 3 75. ദെൻ 40 × 25 1000 അല്ലേ? 25 × 4 100 ആണ്, 0 അല്ലേ? 25 4 100 ആണ്. ആ 0 കൂടി ചേർത്തപ്പോൾ 1000 ആയി. ഹിയർ 1 2 3 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇപ്പോൾ 1 ആയി. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുക. 1 2 3. ഇപ്പോൾ 0.075. 75 ഇട്ടു, 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടു. അപ്പോൾ 1 2. മൂന്നാമത്തെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തു? 0 ചേർത്തു. 0.75. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. 3 നോക്കുക. 3 ഏതാണ്? 13/40. 13/40. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 13 × 25. 13 × 25 25 × 10 250.
25 into 3 75. 75 plus 250 എത്രയാ 325 divided by 40 into 25. 40 into 25 എത്രയാ 25 into 4 100 then is 0. ഓക്കെ നോക്കൂ 325/1000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം 3 സ്ഥാനം നീക്കി പോയിട്ട് അത് 1 ആയി. അപ്പോൾ ഇവിടെ എന്ത് 3 സ്ഥാനം നീക്കി പോയിട്ട് 1 2 3 0.325 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 4 7/8. ഇവിടെ എന്താ ചെയ്യുക 80 നമുക്ക് എന്താക്കണം 10ന്റെ പവർ ആക്കി മാറ്റണം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് 125 ഇട്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ മേലെ 125 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അംശത്തെയും ചെറുത്തെയും ഒരു സംഖ്യ കൊണ്ട് വിളിക്കുന്നു. 8 into 125 1000 ആണ്. ദെൻ ഒരു 0 കൂടെ വന്നു 10,000. ഇനിയോ 7 into 125. 7 into 125 എങ്ങനെ ചെയ്യാം 7 into 5 35 remainder 3. 7 into 2 14 14 plus 3 17. 7 into 1 1 plus 1 8. 875 divided by 1000. 875/1000. 1 2 3 4 4 ഡിജിറ്റ് മാറ്റി പോയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക 4 ഡിജിറ്റ് മാറ്റി 875 1 2 3 4 ഡിജിറ്റ്സ് മാറ്റി 0.0875 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ 5th ക്വസ്റ്റ്യൻ 5/16. 16 നമ്മൾ എന്താ ചെയ്യുന്നത് 625 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുക 625 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. 625 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരുന്നത് 5 into 5 25 റിമൈൻഡർ 2 സിസ്റ്റർ 2 ആണ്. 5 2 10 10 2 12 സിസ്റ്റം 1 ആണ്. പിന്നെയോ 6 5 30 30 1 30 3125 ഡിവൈഡഡ് ബൈ 10,000 അല്ലേ. 1 2 3 4 4 ഡിജിറ്റ്സ് മാറ്റി പോയിട്ടുണ്ട്. 1 2 3 4 4 ഡിജിറ്റ് മാറ്റി പോയിട്ടുണ്ട് 0.3125 ആൻസർ കിട്ടിയോ. അപ്പോൾ ഇതാണ് ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ. സിമ്പിളാണ്, ഒന്ന് എല്ലാവരും ശ്രമിച്ചു നോക്കുക, ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദി സംസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന തുകകളുടെ ദശാംശ രൂപം എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം 1/5 പ്ലസ് 1/125 1/25 പ്ലസ് 1/125 ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഡെസിമൽ ഫോമാണ്. നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകിൽ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ഡെസിമൽ ഫോംസ് കണ്ടിട്ട് ആഡ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടോട്ടലായിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ ഏത് രീതിയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഡെസിമൽ ഫോം കണ്ടെത്താം. ആദ്യം 1/5 എന്ത് ചെയ്യുക ഇൻറ്റു 2 ഇൻറ്റു 2 ഇത്ര വരുന്നത് 2/10 = 0.2. അതേപോലെ 1/25 ഇൻറ്റു 4 ചെയ്യുക ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 4/100 = 4 2 ഡിറ്റ് മാറ്റി പോയിരുന്നു 0. ഓക്കെ. അതുപോലെ 1/125 1/125 എത്ര വരിക ഇൻറ്റു 8 ഇൻറ്റു 8. ദെൻ വി ഗോട്ട് 8/1000 8/1000 എത്ര വരിക 8 1 2 3 4 1 2 3 0.008 അല്ലേ. 3 ഡിജിറ്റ്സ് മാറ്റി നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ആയി. അപ്പോൾ ഇവിടെ മേലെ 3 ഡിജിറ്റ്സ് മാറ്റി പോയിട്ടുണ്ട് കിട്ടുന്നു. ഓക്കെ. ഇനി തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യാം 0.2 പ്ലസ് 0.4 0.04 പ്ലസ് 0.008. ഇവിടെ ഡിജിറ്റ്സ് ഇല്ല, നമുക്ക് 0 ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആഡ് ചെയ്യാം. 8 4 2 സീറോസ് ഇല്ലെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് 8 4 2 ആൻസർ എന്താ വരുന്നത് 0.248. ഇനി ഇല്ലാത്തൊരു വഴി ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആക്കണം. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ 125 ആണ് ഏറ്റവും കൂടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു 125 ആയി ഡിനോമിനേറ്റർ. ഛേദം തുല്യമാക്കിയാൽ മതി. ഛേദം തുല്യമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇവിടെ 25ന് 5 ആയിട്ട് ഗുണിച്ചു, അപ്പോൾ 125 ആയി. ഇവിടെ 5ന് 25 ആയിട്ട് ഗുണിച്ചു, മേലെ ചെയ്തു. അപ്പോൾ എന്തായത് 125. ഇനി എഴുതി നോക്കാം. ഇവിടെ എത്രയാണ് 25/125 പ്ലസ് 20 1 × 5 5/125 പ്ലസ് 1/125.
ഇത് കൂട്ടുന്നു. കൂട്ടുമ്പോൾ എന്ത് വരിക? 125 25 പ്ലസ് 5 പ്ലസ് 1. അതെ, ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആയെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് അതേപോലെ എഴുതാം, ഡിനോമിനേറ്റർ ആഡ് ചെയ്യും അല്ലേ. ഛേദം തുല്യമാണെങ്കിൽ ഛേദത്തെ എടുത്ത് എഴുതുന്നു, അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നു. എത്ര വരും? 31/125. ഇനി നമ്മൾ ചെയ്യുന്നത് 125നെ 100ന്റെ പവറിൽ ഡിനോമിനേറ്റർ ആക്കുന്നു. അതായത് 10ന്റെ കൃതി ഡിനോമിനേറ്റർ, അങ്ങനെ 8 കൊണ്ട് ഗുണിക്കുന്നു. എത്ര വരുന്നു? 8 8 3 24. ഇവിടെ 1000. എന്താ ചെയ്യുന്നത്? 1 2 3 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുന്നു. ഇവിടെ 1 2 3 0.248 ആൻസർ. ഇത് തന്നെയാണ് കിട്ടിയത് നേരത്തെ. ഇപ്പം 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണ് എളുപ്പം അത് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്താ വരുന്നത്? 1/5 1/5 ഈക്വൽ ടു എത്ര വരിക? ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വരുന്നത്? 2/10 ഈക്വൽ ടു 0.2. അതുപോലെ 1/5 സ്ക്വയർ. 5 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇവിടെ വരിക 10 സ്ക്വയർ ആണ് കേട്ടോ. 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എത്ര വരിക? 10 സ്ക്വയർ ആണ് കേട്ടോ. 100 0.04 കേട്ടോ. അതുപോലെ 1/5 ക്യൂബ് 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് 8/1000 1008. അടുത്ത് 1/5/4 that is 2/4 into 2/4. അപ്പോൾ എത്ര വരും? 2/4 16 16/10,000 that's equal to 0.0016. കാരണം 1 2 3 4 1 2 3 4 സാധനത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 0.2 പ്ലസ് 0.04 പ്ലസ് 0.008 പ്ലസ് 0.0016. ആൻസർ 6. 8 plus 1 9 4 2. 0.2496. ആൻസർ വരിക 0.2496. നേരത്തെ ചെയ്ത രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാം. ഓക്കെ, അടുത്ത നോക്കുക. തേർഡ് സം ക്വസ്റ്റ്യൻ 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ്. എന്താ ചെയ്യുന്നത്? ഇവിടെ 1/2 അത് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നു. ഇൻറ്റു 2 ഇൻറ്റു 5 divided by 5. Then 5/10 equal to 0.5. അതേപോലെ 1/2 സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ത് വരുന്നു? 5 സ്ക്വയർ ഈക്വൽ ടു 25 ആൻഡ് 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എത്ര വരിക? 100. 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്നാൽ 10 സ്ക്വയർ ആണ്. അപ്പോൾ 100. 1/2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് മേലെ എന്ത് ചെയ്യുക? 5 ക്യൂബ് ചെയ്യുന്നു. ആൻസർ എന്ത് കിട്ടുന്നു? 5 ക്യൂബ് 125 ആണ്. 125/1000. ആൻസർ എന്താ വരുന്നത്? 1 2 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിന്റ് ഇടുന്നു. അപ്പോൾ 0.25. ഇവിടെ 1 2 3 1 2 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുന്നു. അപ്പോൾ 0.125 അല്ലേ? 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുന്നു കേട്ടോ. ഇതെല്ലാതും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.5 പ്ലസ് 0.25 പ്ലസ് 0.125. നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ പോയിന്റ്സും ഒരേ ലൈനിലായിരിക്കും കേട്ടോ. എന്നിട്ട് വേണം കൂട്ടാൻ. സ്ഥാനം മാറി പോകരുത്. ഇത് ആഡ് ചെയ്യുക. 5 പ്ലസ് 2 7 5 പ്ലസ് 2 പ്ലസ് 1 8 0.875. ആൻസർ 0.87. ഇത് നേരത്തെ രീതിയിൽ ചെയ്യാം. നേരത്തെ രീതിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇത് നേരത്തെ ചെയ്ത എന്താ പറയുക? ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആകുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുക? ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെങ്കിൽ 2 ക്യൂബ് 2 ക്യൂബ് ആകുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇൻറ്റു 2 ചെയ്യാം, ഇവിടെ ഇൻറ്റു 2 ചെയ്യാം. ഇവിടെ 2 ക്യൂബ് ആകുമ്പോൾ എന്ത് ചെയ്യുക? ഇത് 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ചെയ്യും. എന്തിനാ അങ്ങനെ ആക്കുന്നത്? ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്, 2 ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 സ്ക്വയർ പറഞ്ഞാൽ 4 ആണ്. 4/2 ക്യൂബ് 2 ക്യൂബ് 8 ആണ് കേട്ടോ. പിന്നെ 1 ഇൻറ്റു 2 2 ആണ്. 2 സ്ക്വയർ 2 ക്യൂബ് തന്നെ വരിക 8 പ്ലസ് 1/8. ഇത് ആഡ് ചെയ്യുമ്പോൾ വരും 8 ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് 8 ഇട്ടു. ആഡ് ചെയ്യാം. 4 പ്ലസ് 2 പ്ലസ് 1 4 പ്ലസ് 2 പ്ലസ് 1 എത്രയാ? 4 പ്ലസ് 2 6 പ്ലസ് 1 7 7/8 7/8 ഇൻറ്റു
125 into 1. എങ്ങനെ 125 8 into 125 എത്ര 1000 ആണ് കേട്ടോ. അതുകൊണ്ടാണ് 125 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 125 into 7 എത്ര 875 ആണ്. അപ്പോൾ ആൻസർ കിട്ടും 0.875. കേട്ടോ ആൻസർ കിട്ടുക 0.875 0.875 എന്നാണ്. അങ്ങനെയാണ് അർത്ഥം. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ ഗിവ്സ് 5.875. വാട്ട് ആർ ദി നമ്പേഴ്സ്? അതായത് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 5.875 എന്ന് കിട്ടി. എങ്കിൽ ആ രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 5.875 ദിസ് ഈക്വൽ ടു എന്താണ്? 5.875 നമ്മൾ ഈ പോയിന്റ്സ് ഒഴിവാക്കി. അപ്പോൾ 875 അല്ലേ, 3 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിന്റ് ഉള്ളത് അത് ഒഴിവാക്കി. അപ്പോൾ എന്തെങ്കിലും നമ്മൾ 1000 ആക്കി. എങ്ങനെ കിട്ടി? 5.875 മേലെ 1000 വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക? 3 ഡിജിറ്റ് മാറി. അപ്പോൾ എന്ത് ചെയ്യുക? താഴെ ചെയ്യേണ്ടത് അതേപോലെ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കുക. ഇത് പോയിന്റ് മാറിയപ്പോൾ 5875. കാരണം എന്താ? ഇൻറ്റു ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് വലത്തോട്ട് നീങ്ങുക ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. സംശയമുള്ള നോക്കുക. 5875 1 2 3 ഇൻറ്റു ചെയ്തപ്പോൾ എന്താ കിട്ടി? ഇതാണ് കിട്ടി. ഇവിടെ എത്ര ഡിജിറ്റ് മാറിയിട്ടാണ് പോയിന്റ് എടുക്കുന്നത്? 1 2 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് എടുക്കും. ആൻസർ എന്താ? 5.875.00. ഈ സീറോയ്ക്ക് വാല്യൂ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5875/1000. അപ്പോൾ അങ്ങനെ അത് കിട്ടില്ല. അപ്പോൾ 5875/1000 ആണ്. 5875 ഹരിക്കണം 1000 ആണ് നമ്മൾ 5.875 ആയിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്തു. റെഡ്യൂസ് ചെയ്യാൻ എങ്ങനെയാണ്? റെഡ്യൂസ് രണ്ട് രീതിയിൽ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഫാക്ടറൈസ് ചെയ്യട്ടെ, ഘടകങ്ങളാക്കുക. അപ്പോൾ ഘടകങ്ങളാക്കുകയാണെങ്കിൽ 5875 ഘടകങ്ങളാക്കിയാൽ ആദ്യം 5 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കൂടുതലും പ്രൈം നമ്പേഴ്സ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുക. 5-ൽ 5 ഒരു തവണ, 8-ൽ 5 ഒരു തവണ, ബാക്കി 3, 37-ൽ 5 7 തവണ, ബാക്കി 2, 25, 25-ൽ 7 എത്ര തവണ? 5 എത്ര തവണ? 5 തവണ. ഇനി 5 ഇട്ടിട്ട് വരിക. 11-ൽ 5 2 ടൈംസ്, ബാക്കി റിമൈൻഡർ 1. അപ്പോൾ 17-ൽ 5 3 ടൈംസ്, റിമൈൻഡർ 2. 25-ൽ 5 അഗൈൻ 5 ഡിവൈഡ് ചെയ്യുന്നു. 23-ൽ എത്ര തവണ? 23-ൽ 5 4 തവണ, ബാക്കി 3 35-ൽ 7 തവണ 47. ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇല്ല. അതേപോലെ 1000-നെ ഡിവൈഡ് ചെയ്യാം. 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 5 ചെയ്തോണ്ട് ഞാൻ 5 ചെയ്യുന്നു മാത്രം കേട്ടോ. 2 ചെയ്യാം, 5 ചെയ്യാം. ഞാൻ 5 ചെയ്യുന്നു. 1000-ൽ 5, 10-ൽ 5 2, 2 zeros-ൽ 0. വീണ്ടും 20-ൽ 5 4, 0-ൽ 5 0. 40-ൽ 5 8 times. Then 2 4, then 2 divided 2. നമ്മൾ ഇതിനെ എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 5875 ഈക്വൽ ടു എന്താ വരിക? 5 into 5 into 5 into 47. 1000 എത്ര വരിക? 1000 5 into 5 into 5 2 into 2 into 2. അതായത് 5 cube into 2 cube കേട്ടോ. ഓർത്ത് വയ്ക്കുക. വേറെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. 5 5 5 that is 47/22 into 2 8 കേട്ടോ. 47/8 ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് 2 ഡിജിറ്റ് നമ്പർ ആണ്. ഇത് എന്താണ്? സിംഗിൾ ഡിജിറ്റ് നമ്പർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ഹരിച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ രണ്ടക്ക സംഖ്യകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇതിന് 2 കൊണ്ട് ഇത് ഗുണിച്ചു നോക്കുക. അപ്പോൾ 40 എന്തായി? 94 മാറി. ഇൻറ്റു 2 8 2 14. അപ്പോൾ രണ്ടും എന്തായാലും രണ്ടക്ക സംഖ്യകളായില്ലേ? അപ്പോൾ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ഹരിച്ചപ്പോൾ കിട്ടിയതാണ്. കൃത്യമായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ 94/16 ആണ് 5.875 എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കുക. അപ്പോഴും കുഴപ്പമില്ല. 5 ചെയ്ത് പോവാം. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.